സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ഹോബി റീഡിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം പയ്യന്നൂർ കുഞ്ഞിരാമൻ്റെ EMS കഥകൾ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ പറ്റിയുമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കുടുംബമുറിയും പൂണൂൽ ദഹനവും എന്നതാണ്. അത് ഞാനിവിടെ നിന്ന് വായിക്കുന്നു. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർക്ക് ഉപനയനം നിർബന്ധമായിരുന്നു. ഉപനയനം കഴിഞ്ഞാൽ പൂണൂലിടണം. പൂണൂലിട്ടാൽ കർക്കശമായ ചില ജീവിതചര്യകൾ ശീലിക്കണം. ശങ്കരന്റെ 8ാം വയസ്സിലാണ് ഉപനയനം നടന്നത്. അത് കഴിഞ്ഞ് ഓത്തു തുടങ്ങി. കുടുംബ പാരമ്പര്യമനുസരിച്ച് വേദം ചൊല്ലി പഠിപ്പിക്കാൻ ആരംഭിച്ചു. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് ശങ്കരൻ സ്കൂളിൽ ചേർന്നത്. സ്കൂൾ ഫൈനൽ പരീക്ഷാകാലത്ത് പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട്ടേക്ക് മാറിയിരുന്നു. വിക്ടോറിയ കോളേജ് ഹൈസ്കൂളിൽ സ്കൂൾ ഫൈനൽ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി ശങ്കരൻ വിജയിച്ചു. സ്കൂൾ പഠനകാലത്ത് വിവിധ വിഷയങ്ങളിൽ മികച്ചു നിൽക്കുന്ന കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ ശങ്കരനാണ് കരസ്ഥമാക്കിയത്. സമൂഹത്തിന്റെ ഗുണപരമായ മാറ്റം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു. നമ്പൂതിരി സമുദായത്തിൽ വിപ്ലവം വേണമെന്ന് വാദിച്ചു. ശങ്കരൻ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലം. നമ്പൂതിരി യുവാക്കളിൽ പരിഷ്കരണ ചിന്ത വളർന്നുകൊണ്ടിരുന്നു. ശാസ്ത്രയുഗത്തിന് ചേരുന്ന രീതിയിൽ പ്രതികരിക്കണം. തലയിൽ കുടുമ വെച്ച് നടക്കുന്നത് അന്ന് മേൽജാതിക്കാരുടെ പൊതു സ്വഭാവമായിരുന്നു. നമ്പൂതിരിമാർക്കാണെങ്കിലും കുടുമ കൂടിയേ തീരൂ. കുടുമ അഴിച്ചിടരുതെന്ന നിയമം. അങ്ങനെ വന്നാൽ അശുദ്ധം തട്ടും. അതുകൊണ്ട് കുടുമ ഭംഗിയായി ചീകിക്കെട്ടി വെക്കുമായിരുന്നു. പൂണൂലും കുടുമയും അനാവശ്യമാണ് എന്ന ചിന്ത പരിഷ്കരണവാദികളായ യുവാക്കളിൽ ഉടലെടുത്തു. കുടുംബമുറി പ്രസ്ഥാനം തന്നെ ഉടലെടുത്തു. ശങ്കരനായിരുന്നു അതിന് മുന്നിട്ടിറങ്ങിയത്. പെരിന്തൽമണ്ണ സ്കൂളിൽ ചേർന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ശങ്കരൻ കുടുംബം മുറിച്ച് ക്രോപ്പ് ചെയ്തിരുന്നു. എന്നാൽ മറ്റു യുവാക്കൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോളേജിലെത്തിയതോടെ പരിഷ്കരണാശയത്തിന് ശക്തി കൂടി. അടിമച്ചിഹ്നം അറുത്തെറിയണമെന്ന ചിന്ത വളർന്നു. ഒരു ദിവസം ശങ്കരനും ചെറുപ്പക്കാരും താമസിക്കുന്ന ലോഡ്ജിൽ മൂത്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിപ്പാട് വന്നു. അദ്ദേഹം യോഗക്ഷേമ സഭയുടെ പ്രവർത്തകനായിരുന്നു. ലോകകാര്യങ്ങൾ സംസാരിച്ച് അദ്ദേഹം യുവാക്കളിൽ ആവേശം വളർത്തി. ആ രാത്രി അദ്ദേഹം അവിടെ താമസിച്ചു. ചെറുപ്പക്കാരും ശങ്കരനും കൂടി ആലോചിച്ചു. കുടുംബമുറിക്കൽ പ്രസ്ഥാനം ആരംഭിക്കാൻ പറ്റിയ സമയം ഈ രാത്രിയാണ്. ഇതൊരു നല്ല പുസ്തകമാണ്. EMSന്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും ഇതിലുണ്ട്. ഈ പുസ്തകം എല്ലാവരും വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.